എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് മണ്ണാർക്കാട് വരെ ഒരു യാത്ര പോവാണ്. നല്ല അടിപൊളി മഴ ദിവസമാണ്. തൃശ്ശൂർ റെഡ് അലർട്ടാണ്, പാലക്കാടും റെഡ് അലർട്ടാണ്. അപ്പോൾ പാലക്കാടും മണ്ണാർക്കാട് വരെയാണ്. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെയും നമ്മുടെ കുറച്ച് പരിചയക്കാരെയൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഏതാണ്ട് ഇപ്പോൾ സമയം 8:45 9 മണിയാവണു. 2 മണിക്കൂറാണ് ഇവിടെ നിന്ന് കാണിക്കണം മണ്ണാർക്കാട്ടേക്ക്. നെല്ലിപ്പുഴ, അട്ടപ്പാടി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു പുതിയ മഴ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സോളോ ട്രിപ്പാണ് പോകുന്നത്. അതുകൊണ്ട് ക്യാമറയൊക്കെ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യണത്. ഡ്രൈവിങ്ങും ക്യാമറ ഹാൻഡ്ലിങ്ങും എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മളൊരു പരീക്ഷണമാണ്. സോളോ ട്രിപ്പ് എങ്ങനെ പോകാം, എങ്ങനെ തിരിച്ച് വീഡിയോ, ഡ്രൈവിംഗ്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന ഒരു പരീക്ഷണം. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുതിരാൻ ടണലിലേക്കുള്ള പോക്കാണ്. നല്ല മഴ പെയ്ത് മുന്നിലോട്ടൊന്നും കാണാനില്ല. ഗംഭീരമായൊരു മഴ, രസകരമായൊരു യാത്രയാണ്. വെള്ളം റോഡിലേക്ക് ഒരുപാട് കെട്ടിക്കിടക്കുന്നുണ്ട്. അത് കുറച്ച് അപകടമാണ്. നമ്മുടെ 6 വരി പാതയൊക്കെ ആണെങ്കിലും ചെറിയൊരു പ്രശ്നമുള്ളത് വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലങ്ങളൊന്നും ക്ലിയർ അല്ല. ചില സ്ഥലത്ത് ലെഫ്റ്റ് ട്രാക്കിലാണ് വെള്ളം കെട്ടിക്കിടക്കണത്, ചിലപ്പോൾ റൈറ്റ് ട്രാക്കിൽ ഡിവൈഡറിൻ്റെ അടുത്ത്. അപ്പോൾ ഏത് സൈഡ് എടുത്താലാണ് സേഫായിട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോൾ പെട്ടെന്ന് വലിയ വെള്ളക്കെട്ടുകൾ കാണാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ വണ്ടി സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൾ ഇന്ത്യ യാത്രയിൽ ഒരുപാട് ടണലുകൾ കണ്ട കാരണം ഈ ടണല് ചെറിയൊരു ടണലാണ്, എന്നാലും നല്ലൊരു ടണലാണ്. നമ്മുടെ മനോഹരമായൊരു ടണലാണ് കുതിരാൻ ടണൽ. ടണലിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഒരു ടണൽ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഒരു ടണലിൽ കൂടെയാണ് 2 സൈഡിലേക്കുള്ള വണ്ടികൾ പോണത്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ട്രാഫിക് നല്ല മൂടലുണ്ട്. ആ ടണലിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടണലിൽ നിന്ന് പുറത്തേക്ക്
വീണ്ടും മഴ, തകർത്ത് പെയ്യുന്ന മഴ. ഇന്ന് മൊത്തം മഴ ദിവസമാണെന്ന് തോന്നണം കേട്ടോ. വാണിയമ്പാറ ടോൾ ഗേറ്റിലേക്ക് എത്തി. കുതിരാൻ കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് കുറയുന്നു വിചാരിച്ചു. മഴയ്ക്ക് കുറവൊന്നുമില്ല. മഴ തകർത്ത് പെയ്യ തന്നെയാണ്. കുറച്ചും കൂടി ശക്തി കൂടിയെന്നാണ് തോന്നണേ. വാണിയമ്പാറ ടോൾ ഗേറ്റ്. ഇനി ടോൾ കഴിയുമ്പോൾ മഴ കുറയാൻ നോക്കാം. എന്തായാലും മഴ ഒന്ന് കംപ്ലീറ്റ് തകർത്ത് പെയ്യാനുള്ള പരിപാടിയാണ്. യാത്രയിൽ പോയപ്പോഴും പല ടോളുകളിലും ഹൈവേകളിൽ ഒരാൾ പോലും ഇല്ല. അവിടെ ഓട്ടോമാറ്റിക്കലി ടോൾ എടുത്ത് പോവാണ്. ടോൾ ബൂത്തുകളിൽ ഒരു ജോലിക്കാരും ഇല്ല. അത് കമ്പ്യൂട്ടർ അടിക്കാൻ ആളില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിൽ നിന്ന് എടുത്ത് പോകണം. അങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ പല ടോൾ ബൂത്തുകൾ നമ്മൾ കണ്ടത്. കേരളത്തിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ആയിട്ടില്ല. പിന്നെ അവിടെയൊക്കെ വണ്ടികൾ ഹൈവേകളിലൊക്കെ യാത്ര അധികം വണ്ടികളില്ല. പല ഹൈവേകളിലും വിജനമായ ഹൈവേകളാണ്. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയല്ല. നമ്മുടെ അവിടെ അത്യാവശ്യം വണ്ടികളുണ്ട്, നിറയെ വണ്ടികൾ. മഴയ്ക്ക് യാതൊരു കുറവുമില്ല. മഴ തകർത്ത് പെയ്യുന്നു. ടോൾ ഗേറ്റിനും മഴയെ പിടിച്ചു നിർത്താനായില്ല. മഴ കൂടി. വടക്കുംചേരി ഫ്ലൈ ഓവർ സിംഗിൾ ട്രാക്കാണ്. മറ്റേ ഫ്ലൈ ഓവർ ഓപ്പൺ അല്ല. എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. പാടങ്ങളൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കാണ്. ഭയങ്കര രസകരമായ കാഴ്ചകളാണ് സൈഡ് കാഴ്ചകൾ. ഓരോ ചിപ്സ് കട വടക്കാഞ്ചേരി മംഗലം പാലത്ത്. കടയുടെ പേരെന്താ? ARK. ഇവിടെ ചിപ്സ് ഉണ്ട്. ചിപ്സ് നോക്കണ്ട. നമ്മൾ കുറച്ച് ഫാമിലി ഇവിടെ ഒക്കെ കാണാൻ വേണ്ടി പോവാം. നല്ല കായ വറുത്തത് 280 രൂപ കിലോ. നല്ല വെളിച്ചെണ്ണയിൽ വറുത്തത്. നമ്മൾ ഓരോ കിലോ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കാന്ന് വെച്ചു. നല്ല അടിപൊളി ഹലുവയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഹലുവ മുറുക്ക് നല്ല കടലമാവിലെ മുറുക്ക്, അരിമുറുക്ക്. നല്ല അടിപൊളി. കണ്ണന്നൂർ തിരുനെല്ലി റോട്ടിലാണ്. മണ്ണാർക്കാട്ടിലേക്ക് പാലക്കാട് പോകേണ്ട ആവശ്യമില്ല. കണ്ണന്നൂരിൽ നിന്ന് തിരിഞ്ഞാൽ നമുക്ക് ഷോർട്ടാണ് പോകാൻ പറ്റും. പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ, ഉൾനാടുകളിലൂടെ, നല്ല നെൽപ്പാടങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്രയാണ്. നല്ല അടിപൊളി യാത്രയാണ്. അടിപൊളി റൂട്ടാണ്. വഴി സിംഗിൾ ലൈനാണ്, 2 ലൈനാണ്. എന്നാലും അടിപൊളി റൂട്ടാണ്. മഴയ്ക്ക് ശമനമായിട്ടില്ല. മഴ തകർത്ത് പെയ്ത് തന്നെയാണ്. പാലക്കാടും നല്ല മഴ ദിവസം തന്നെയാണ് ഇന്ന്. മൂടികെട്ടിയ അന്തരീക്ഷം. മഴ പെയ്തിറങ്ങണു. നല്ല പാടങ്ങളൂടെ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി പാടങ്ങളും വെള്ളം നിറഞ്ഞെടുക്കുന്ന പാടങ്ങൾ, കൃഷി ചെയ്യുന്ന പാടങ്ങൾ. തിരുനെല്ലി തോട് ബ്രിഡ്ജാണ്. പാലക്കാട് ഒലവക്കോട് കഴിഞ്ഞു. ഇത് മണ്ണാർക്കാട് റൂട്ടിലേക്ക് കയറി. ഇനി ഇവിടുന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ യാത്ര. 30 കിലോമീറ്റർ ഇവിടെ നടന്നുണ്ട്. മഴ ഇവിടെയും വിട്ടിട്ടില്ല. മഴയുണ്ട്.
മണ്ണാർക്കാട് നിന്നുള്ള തിരിച്ചു യാത്രയാണ്. മണ്ണാർക്കാട് നമ്മൾ വീടുകളൊക്കെ വിസിറ്റ് ചെയ്തു, നമ്മുടെ ആളുകളെയൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മൾ തിരിച്ച് പാലക്കാട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴയൊന്നുമില്ല. ഒരു 12 മണി 11:30 കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ മണ്ണാർക്കാട് മഴ ഉണ്ടായില്ല. ഇവിടെ പക്ഷെ നല്ല മൂടിക്കെട്ടലുണ്ട്, മഴക്കാറ് നന്നായിട്ടുണ്ട്. വലിയൊരു മഴ പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞത് ഇവിടെ വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ശക്തമായ മഴ എന്നാണ് പറയണത്. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം. നല്ല മഴയുണ്ട്. മിക്കവാറും പാലക്കാട് എത്തുമ്പോൾ ഒരു പെരുമഴ ഉണ്ടാവും. പാലക്കാട്ടേക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഷ്ടി യാത്രയുണ്ട്. 10-25 കിലോമീറ്റർ കൂടി ഉണ്ട് ബാക്കി. ഇനി മണ്ണാർക്കാട് പാലക്കാട് ഏതാണ്ട് 38 കിലോമീറ്ററൊക്കെയാണ്, 40 കിലോമീറ്ററാണ് കാണിക്കണത്. അത് 1 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പോൾ ഏതാണ്ട് കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 10-25 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല മഴ നമുക്ക് ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു നല്ല മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ചെറിയ തുള്ളികളൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു മഴയിലേക്ക് നമുക്ക് ഇനി കയറാം. മുന്നിൽ വെസ്റ്റേൺ ഗട്ട്സ് മലകൾ, മലമ്പുഴ മലകൾ, മഞ്ഞുമൂടി പുകമഞ്ഞ് മൂടി നിൽക്കുന്ന മലകൾ നമുക്ക് കാണാൻ പറ്റും മുന്നിൽ. അത് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന സ്ഥലങ്ങളാണ്. മണ്ണാർക്കാട് റൂട്ടിൽ തിരിഞ്ഞു പോകുന്ന ധോണി, അതുപോലെ തന്നെ മറ്റ് വാട്ടർഫാൾസൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് പാലക്കാട് നിന്ന് വരുമ്പോൾ നമ്മൾ കാണുന്ന തച്ചമ്പാറ, കല്ലടിക്കോട്, തച്ചമ്പാറ, മുണ്ടൂര് അങ്ങനെ പ്രധാനപ്പെട്ട ടൗണുകളാണ് ഈ റൂട്ടിലുള്ളത്. ഒലവക്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കല്ലടിക്കോട് അത്യാവശ്യം നല്ലൊരു ടൗണാണ്. ഈ കാലിക്കറ്റ് റൂട്ടിലെ മണ്ണാർക്കാട്, പാലക്കാട്, മണ്ണാർക്കാട്, കാലിക്കറ്റ് റൂട്ടിലെ അത്യാവശ്യം നല്ലൊരു ടൗണാണ് കല്ലടിക്കോട് പാലം. ഒരു തോട് ഒഴുകുന്നുണ്ട്. വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല, വെള്ളമായി വരണുള്ളൂ. മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, മഴ ഇവിടേക്ക് എത്തിയിട്ടില്ല ഇതുവരെയ്ക്കും. രാവിലെ നല്ല അസല് മഴയായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പോൾ വലിയ മഴയില്ല. അപ്പോൾ മഴ ഒട്ടുമില്ല, തുറന്നിരിക്കുകയാണ്. വെതർ ഫോർകാസ്റ്റ് ഇന്നലെ നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം മഴയില്ല എന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അത് ശരിയാവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു പാലക്കാട്. പക്ഷെ അത് കറക്റ്റായിരുന്നു. ഉച്ചവരെ മഴ, ഉച്ചയ്ക്ക് ശേഷം മഴയില്ല. ഇനിയൊരു 6 മണിക്ക് ശേഷം മഴ കാണിക്കുന്നുണ്ട്. വെതർ ഫോർകാസ്റ്റ് നമ്മുടെ നാട്ടിലും പറയണതൊക്കെ ഏതാണ്ടൊക്കെ ശരിയാണ്. വെതർ ഫോർകാസ്റ്റ് നോക്കി പോയാൽ നമുക്ക് കുറച്ചൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. നനച്ചുള്ള യാത്ര എന്തുകൊണ്ടും രസകരമാണ്. ഒരു ദിവസം മുഴുവൻ തനിയെ മഴയും കണ്ട് തനിയെ ഡ്രൈവ് ചെയ്ത് അറിയാത്ത സ്ഥലങ്ങളിലൂടെ രസകരമായ കാഴ്ചകൾ കൊണ്ട് ഒരു യാത്ര